ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇതാക്കുന്ന പതിവ് പോലെ ഇന്നും ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മളെ സംബന്ധിച്ച് കോഴികളുടെ വിശേഷങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്, അതുകൊണ്ടാട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കോഴികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, നമ്മളെ വീട്ടിലിപ്പം കുറച്ച് കോഴികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റും കാര്യങ്ങളും, അതേപോലെ ഇത് ഇപ്പത്തെ തീറ്റയൊന്നും അത്രയും തീറ്റയൊന്നും ഇത്രയും കോഴികൾക്കൊന്നും വാങ്ങിക്കൊടുക്കണ എന്തായാലും നമുക്ക് സാമ്പത്തികമായിട്ട് എന്തായാലും നമുക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വാങ്ങിക്കൊടുക്കാതിരിക്കാൻ ശ്രമിക്കട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് കുറച്ച് ഗോതമ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, നമുക്കിപ്പോ റേഷൻ കടയിൽ നിന്ന് നമുക്കിപ്പോ ഒരു കുറച്ചല്ലേ കിട്ടുള്ളൂ, എന്തായാലും 1-2 കിലോ ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ നമ്മളിത് പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയാ, എനിക്ക് കിട്ടിയതാട്ടോ ഗോതമ്പ്. എനിക്കിപ്പോ 2 പ്രാവശ്യമായിട്ട് എന്താ പറയാ, നമ്മളെ അടുത്തുള്ള ആൾക്കാരൊക്കെ തരുന്നതാട്ടോ. അപ്പൊ ഇതെന്തായാലും ഇത് കുറച്ച് പഴകിയ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ നല്ലതുപോലെ കഴുകിയിട്ടാട്ടോ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാതെ കഴുകിയിട്ട് കൊടുക്കുക. ചിലപ്പോൾ അതിൽ കുറച്ച് പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ഗോതമ്പാണെങ്കിൽ അത്ര പ്രശ്നമില്ല. ഇല്ലാന്ന് വെച്ചാല് ഗോതമ്പ് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂപ്പലൊക്കെ കൊടുത്താൽ കോഴികൾക്കൊക്കെ പെട്ടെന്ന് അസുഖമൊക്കെ വരും എന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പൂപ്പലൊക്കെ കൊടുത്താൽ എന്തായാലും ഇപ്പൊ കേടുള്ള ഭക്ഷണം കൊടുത്താലും വരില്ല. പിന്നെ നമ്മുടെ നാടൻ കോഴികൾ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എപ്പോഴും അവര് പറമ്പിൽ ഈ ചളിയിലും ഇതിലൊക്കെ ചിക്കി ചങ്ങി തിന്നിട്ട് അങ്ങനെ ഒരു ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ എന്റെ കയ്യിൽ കുറച്ച് ഗോതമ്പ് കിട്ടിയപ്പോ ഞാൻ എന്താ ചെയ്ത വെച്ചാല്, നമ്മൾ വലിയൊരു ബക്കറ്റിലിട്ടിട്ട് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ലതുപോലെ കഴുകി ആ കേട് വന്നതൊക്കെ വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കൂലേ, അതൊക്കെ നന്നായിട്ട് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ ഗോതമ്പ് കഴുകി എടുക്കാട്ടോ ചെയ്തത്. പിന്നെ ഇത് മുള പൊട്ടുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മുളയൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. ഈ നമ്മളിപ്പോ ഈ കഴുകി എടുത്ത് നമ്മളിപ്പോ 2 ദിവസമൊക്കെ വെക്കുമ്പോ തന്നെ ഗോതമ്പിനൊക്കെ മുളയൊക്കെ പൊട്ടി വരുമല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് ഗോതമ്പ് കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാട്ടോ. ആദ്യം ചെയ്യുന്ന കാര്യം, ഗോതമ്പ് പൂപ്പുള്ള ഗോതമ്പാണെങ്കിൽ നന്നായി കഴുകും, ഇല്ലെങ്കിലും കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയാകുമ്പോ എന്താ പറയുക, ഈ ഒരു ചൂടത്ത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ എന്താ പറയാ, ഏറ്റവും നല്ലത് നമ്മളെ ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി കൊടുക്കുന്ന കേട്ടോ നല്ലത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഗോതമ്പ് കുതിർത്താതെ കൊടുത്താൽ ദഹനക്കേടൊക്കെ വരും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ ഗോതമ്പ് നമ്മളൊന്ന് കുതിർത്തിയിട്ടാട്ടോ കൊടുക്കാം. അതാകുമ്പോൾ ഒന്നും കൂടി വെള്ളമൊക്കെ കുടിച്ചൊന്ന് ചീർത്ത്, അപ്പൊ അവർക്ക് കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും, ദഹനക്കേണ്ട അസുഖങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ അതുമെല്ലാം കുറച്ചൊന്ന് മുളപ്പിച്ചിട്ടൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മുട്ട ഉൽപാദനത്തിനൊക്കെ നല്ലതാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇതേപോലെ ഗോതമ്പ് മുളപ്പിച്ച് കൊടുക്കാറുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഗോതമ്പ് മുളപ്പിച്ച് കൊടുക്കാറുണ്ട്. മുള വരുമ്പോഴേക്കുള്ള സമയമൊന്നും ഉണ്ടാവില്ല, ആ 2 ദിവസം ആ ഇലയൊക്കെ വരുമല്ലോ, അതിന്റെ സമയമൊന്നും ഉണ്ടാവില്ല. ഗോതമ്പ് മുളച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മൾ തീറ്റ എല്ലാം എടുക്കുമ്പോൾ നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ തന്നെ കേട്ടോ ഇവിടെ സംഭവിക്കല്. നമ്മളിപ്പോ തീറ്റയൊക്കെ എന്താ പറയാ, പെട്ടെന്ന് നമ്മളിപ്പോ എന്തെങ്കിലും തീറ്റ നമ്മൾ കോഴികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും, അവർ നമ്മളിങ്ങനെ ഇടുങ്ങാറാക്കുമ്പോൾ. അപ്പൊ എന്തായാലും ഗോതമ്പൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ കഴുകിയിട്ട് ഒരു പഴയ ബക്കറ്റിലോ കുതിർത്ത് വെച്ചിട്ട് ആവശ്യ നേരം നമുക്ക് അതിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവാം. പിന്നെ നമ്മളിപ്പോ ഈ ചൂടല്ലേ, ഈ ചൂടത്ത് പ്രത്യേകം നമ്മൾ എന്താ പറയുക, തീറ്റച്ചെലവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴി വളർത്തുന്ന ആൾക്കാർ എന്തായാലും ചോദിക്കും, ഗോതമ്പ് കൊടുക്കാനുണ്ടല്ലേ, കിട്ടുമ്പോൾ നമ്മൾ വാങ്ങുകയും ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാട്ടോ ഗോതമ്പം. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കുറച്ചല്ലേ കിട്ടും, കളക്ട് ചെയ്യുന്നുണ്ടോന്ന്. കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗോതമ്പം ഒരുപാടൊന്നുമില്ല. ഇപ്പൊ ഇത് കുറച്ചുണ്ട് കേട്ടോ ഗോതമ്പ്. ഞാൻ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാട്ടോ ഞാൻ കഴുകുന്നതൊക്കെ. എന്താ വെച്ചാല് അതാകുമ്പം നാശായത് എന്തായാലും നമുക്ക് ഇങ്ങനെ അകത്തൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ ആവില്ലേ, അതുകൊണ്ടാട്ടോ മെയിൻ. പിന്നെ ഇതാകുമ്പോൾ കോഴികൾക്ക് കൊടുക്കുകയും ചെയ്യാം, കഴുകുകയും ചെയ്യാം, എല്ലാ പരിപാടിയും നടക്കല്ലോ. അപ്പൊ എന്തായാലും ഒന്നുമില്ല, ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല അതാക്കുന്ന. നമ്മള് ഇന്ന് 2-3-4 ദിവസത്തെ ഗോതമ്പൊക്കെ എന്തായാലും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ, ഈ ഒരു കഴുകി വൃത്തിയാക്കിയ ഗോതമ്പ്. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ ഇതേപോലെ കുറച്ച് ചാക്കിലൊക്കെ ആക്കിയിട്ട്, ചാക്കിലൊന്നും ഇതില്ല, ഞാൻ ചോറ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിരിച്ചാട്ടോ ചാക്ക്. പൊതുവേ ഞാൻ തീറ്റയൊക്കെ ചിലപ്പോൾ നിലത്തൊക്കെ ഇട്ടിട്ട് കൊടുക്കല്. അപ്പൊ അതില് കുറച്ച് ഇതാക്കുന്ന ഗോതമ്പോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ കോഴികളും നമ്മൾ കഴുകിയ ഒരു ഭാഗത്താട്ടോ ഒരുവിധം കോഴികളൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ബ്രഹ്മക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഗോതമ്പ് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചോറ് മാത്രമല്ല, ഇപ്പൊ സ്കൂളിൽ നല്ല നല്ല കറികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് ഉണ്ടായിരുന്നു കേട്ടോ, വേസ്റ്റ്. ഇപ്പൊ എന്താ പറയാ, നമുക്ക് വേസ്റ്റ് എന്താ പറയാ, അത്രയും ലോങ് പോയിട്ട് എടുത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ചോറ് കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ചോറ് കൊടുത്താൽ കൊഴുപ്പ് കൂടുന്നൊക്കെ പറയുന്നു. മുട്ടയുടെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊന്നുമില്ല. അതിൽ ഇപ്പൊ കറിയും ഇതിന്റെ പയറിന്റെ ചെറുപയറ് അങ്ങനത്തെ എല്ലാത്തിന്റെ ഒരു അംശം ഉണ്ടല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞാൻ ചോറ് കോഴികൾക്ക് ഇതിന്റെ മുമ്പേ കൊടുക്കാറുണ്ട് കേട്ടോ. മുട്ടയിടുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഒന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും നമുക്ക് എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട്. കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാനും അഭിപ്രായങ്ങളൊക്കെ പറയാനൊക്കെ എല്ലാവരും മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഗോതമ്പൊക്കെ കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളെ നാടൻ കോഴികളാണല്ലോ, അപ്പൊ നാടൻ രീതിയിൽ തന്നെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇപ്പൊ കൂട്ടിലൊന്നും ഇട്ട് വളർത്തുന്നില്ല. പിന്നെ നമ്മുടെ ഉടുമ്പുകളുടെ ശല്യം എന്ന് പറഞ്ഞാൽ കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉടുമ്പുകൾക്ക് ഈ പിന്നെ നമ്മുടെ കൂട്ടുന്ന മുട്ടയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്താ പറയാ, ഉടുമ്പുകൾക്ക് നമ്മളെ കൂട്ടിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതല്ല, നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലേക്ക് ഒരു ഇൻക്യുബേറ്റർ വാങ്ങണം ആഗ്രഹമുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ കോഴികളുള്ള വീട്ടിലൊക്കെ ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ ഒക്കെ നല്ലതാട്ടോ. എന്റെ ഒരു അനുഭവം അല്ലേ പറയുന്നത്. ഞാനൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഞാൻ നമ്മുടെ എന്താ പറയാ നാളെ എന്തായാലും ഇന്ന് കിട്ടിയായിരിക്കും. നാളെ എന്തായാലും ഞാൻ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻക്യുബേറ്റർ എന്താ പറയാ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻക്യുബേറ്റർ നാളെ അതിന്റെ ഒരു വീഡിയോ കിട്ടിയാൽ എന്തായാലും അതിന്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഇൻക്യുബേറ്ററിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് വാങ്ങി കോൺടാക്ട് നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അയക്കുക കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും വീട്ടിലൊരു ചെറിയൊരു ഇൻക്യുബേറ്റർ നിർബന്ധം കേട്ടോ. നമ്മൾ എല്ലാവരും ഉദ്ദേശിച്ചത് കുറച്ച് കോഴികളൊക്കെ ഉള്ള വീട്ടിൽ കേട്ടോ. 30 കോഴിമുട്ടയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഇൻക്യുബേറ്റർ കേട്ടോ. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.